ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കുഞ്ഞു വീഡിയോ കണ്ടാലോ? എന്ന് വെച്ചാൽ ഇതിലൊരു റെസിപ്പിയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇല്ലേ, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിലും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ആക്കണേ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അധികമൊന്നുമില്ല, ഞാൻ ഡെയിലി ചെയ്യുന്ന പ്രവൃത്തികളിലായിട്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പെട്ടെന്ന് തന്നെ എന്താക്കും, ബെഡെല്ലാം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടാവുക. ബെഡെല്ലാം ഒന്ന് വിരിച്ച് പിന്നെ അലക്കാൻ ഞാൻ ഇന്ന് അലക്കിക്കഴിഞ്ഞാൽ നാളെ എടുക്കാൻ ആ ഒരു രീതിയാണ്. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ 8 മാസമായി. 8 മാസം വിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റും കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് മേലിൽ കയറേണ്ട പോത് മേലയില്ല. എനിക്ക് അലക്കുന്ന അറിയിടുന്നതല്ലോ മേലയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഒരു പ്രാവശ്യം സ്റ്റെയർ കയറും. അങ്ങനെ ഒരു വീട് നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊരു വീട് പിടിച്ച് നിൽക്കുന്നേരോ ഇപ്പോൾ റെസ്റ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ എന്തായാലും നമുക്ക് ജോലി ഇല്ലാണ്ടാവില്ലല്ലോ. ഇങ്ങനെ അങ്ങ് ജോലി ചെയ്തിങ്ങനെ മെല്ലെ അധികം തടിയാനങ്ങാതെ ജോലി ചെയ്തിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ രാവിലെ തന്നെ ഡ്രസ്സെല്ലാം എടുത്ത് അതെല്ലാം മടക്കി വെച്ചതിന് ശേഷം ഇഡ്ഡലി ഭയങ്കര, എൻ്റെ ഈ വീഡിയോയിൽ അധികം നിങ്ങൾക്ക് ഇഡ്ഡലി തന്നെയാണ് കാണാനുണ്ടാവുക. ഇഡ്ഡലി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ രാത്രി തന്നെ അരിയെല്ലാം അരച്ച് വെച്ച് അങ്ങനെ ഇഡ്ഡലി ചുടലാണ്. രാവിലെ തന്നെ ഭക്ഷണം ഇഡ്ഡലിയും പിന്നെ ഞാൻ അതിന് മുമ്പത്തെ ദിവസം സാമ്പാറാക്കിയ ദിവസമെല്ലാം പിറ്റേന്ന് ഇഡ്ഡലിയാണ് ആക്കുക. എനിക്കിഷ്ടം ഇഡ്ഡലിയും സാമ്പാറും കൂടിയും കഴിക്കുക. അപ്പോൾ ഈ സത്യം പറഞ്ഞ ഈ ഒരു വിശേഷമായതിന് ശേഷം എരിവൊന്നും അധികരിച്ച് കഴിക്കലേ ഇല്ല. എരിവൊന്നും ഇഷ്ടമില്ല. അപ്പോൾ എരിവൊന്നും ഇഷ്ടമില്ലാണ്ട് അധികം എരിവെല്ലാം കുറച്ചിട്ട് മാക്സിമം എരിവ് കുറച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാനും എൻ്റെ 2 മക്കളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരു ട്രിപ്പ് ഇഡ്ഡലി ആക്കി കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം അടയായി. എന്ന് വെച്ചാൽ അധികരിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, റെസ്റ്റ് കാര്യമെല്ലാം പറഞ്ഞത് കൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എളുപ്പ വഴി മാത്രമാണ് ഞാൻ നോക്കൽ. അപ്പോൾ ഇഡ്ഡലിൻ്റെ എല്ലാം മാവാക്കുന്ന ദിവസവും അധികരിച്ച് മാവ് അരച്ച് വെക്കും. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ പിറ്റേന്ന് മസാല ദോശയോ അല്ലെങ്കിൽ നമ്മളെ സോഫ്റ്റ് ദോശയില്ലേ അങ്ങനെ എന്തെങ്കിലും ആക്കും കേട്ടോ. അങ്ങനെ അന്ന് 2 ദിവസത്തേക്കായില്ലേ. അന്നേരം തന്നെ ഇഡ്ഡലിൻ്റെ കൂടെ തന്നെ ഇതാ നോക്കി ഓരോരുത്തരും സാമ്പാർ തിളപ്പിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് മറന്നെല്ലാം പോയിട്ടുണ്ട്. ചോറും വെച്ചു. പിന്നെ ഞാൻ ചോറിന് ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബീഫ് കറി പിന്നെ ചിക്കൻ ഞാൻ വാങ്ങിയിരുന്നു. അപ്പോൾ ചിക്കനെല്ലാം 2-3 കണ്ടെയ്നറിലാക്കിയിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കും. അതുപോലെ ചോറിലായി നമ്മുടെ ചോറ് വറുത്തതെന്ന് ഇവിടെ പറയുക വെള്ളം ഊറ്റിയതിന് ശേഷം റൈസ് കുക്കറിലാക്കിയിട്ടിട്ട് വെക്കലാണ്. അതിൻ്റെ മൂടിയൊന്നും കളഞ്ഞ് അങ്ങനെ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കഞ്ഞിവെള്ളവും നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടം കഞ്ഞിവെള്ളം കുടിക്കാൻ. അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം അവിടെ മൂടി വെച്ചു. പിന്നെ അതിൽ തന്നെ ആക്കിയിട്ട് തന്നെ മൂടി വെച്ച് ഞാൻ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പോട്ടെ. അതിലെ ബീഫ് ഞാൻ വെന്തിനോ നോക്കിയത് അപ്പോഴത്തേക്ക് പുറത്തേക്ക് ചാടി, പൂച്ചക്ക് വിരിച്ചതായിരിക്കാം. അങ്ങനെ അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം ലോഡഡ് ഫ്രൈസ് ആക്കാമെന്നുള്ളതിൽ കുറച്ച് ബോൺലെസ് പീസ് ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ നോക്കിയതാ, അപ്പോൾ ഇഡ്ഡലിൻ്റെ കൂടെ എൻ്റെ മോള് സാമ്പാർ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കുന്നേരം ആദ്യം തന്നെ വെള്ളമൊഴിക്കാതെ അടിച്ചിട്ട് ചോറിന് വേണ്ടി മാറ്റി വെച്ച്, എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നേർപ്പിച്ചിട്ട് ഇഡ്ഡലിക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇപ്പം അടുത്ത് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. എനിക്ക് ഇതിൻ്റെ ബോട്ടിൽ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. നല്ല വെളിച്ചെണ്ണ. അങ്ങനെയല്ല ഈ ബോട്ടിൽ നമുക്ക് പിന്നെയും മാറ്റി യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ചോറും കറിയും എല്ലാം റെഡിയായി എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എൻ്റെ മോൾക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ ലോഡഡ് ഫ്രൈസ് കഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന്, അതും ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിട്ടില്ല, ചെറിയൊരു അബദ്ധവും കൂടി ഇതിൽ പറ്റിയിട്ടുണ്ട്. അതും കൂടി ഞാൻ പറയാം കേട്ടോ. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ക്ലീൻ ആക്കിയിട്ട് എൻ്റെ മോളെടുത്ത് കൊടുത്താൽ ഓളാന്നെ മുറിച്ചിട്ട്. അപ്പോൾ ഏതായാലും കുട്ടികൾ പറഞ്ഞല്ലോ, അപ്പോൾ അവരെയും കൂടി ഇതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നേരോ അവർക്ക് സന്തോഷമല്ലേ. മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് ആദ്യം തന്നെ ചിക്കൻ മൊത്തം ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു തട്ടിക്കൂട്ടിലോട് ഫ്രൈസ് എന്ന് വേണമെങ്കിൽ പറയുക. കുരുമുളക് പൊടിയും കൂടി ഇതിലിടുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. സത്യം പറയാമല്ലോ, എൻ്റെ മകൾ അന്നേരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആക്കിക്കഴിഞ്ഞേരം പറഞ്ഞ് ഇനി മുതൽ ഉമ്മ ആക്കിയാൽ മതി, പുറത്തുനിന്ന് വാങ്ങണ്ട, വെറുതെ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിയാൽ ഇതാ നല്ലത്. അങ്ങനെ അതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിചാരിച്ച് വേണ്ടത് മൈനസ് ഉണ്ടാക്കാം. ഒരു മുട്ടയും ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് കുറച്ച് ഉപ്പും. എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മൈനസ് നല്ല ടേസ്റ്റ് അല്ലേ. ഇത് നോക്കിയതാ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ്. ഇതിപ്പോൾ ഒലിവ് ഓയിലിൻ്റെ ബോട്ടിൽ ഞാൻ ഒഴിച്ച് വെച്ചതാണ്.
അപ്പോൾ ഒലിവ് ഓയിലാണ് അത്രയും നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതാ നോക്കിയേ നല്ല തിക്കായിട്ടുള്ള മൈനസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എൻ്റെ മോള് മുറിച്ചതാണ്, കറക്റ്റ് അളന്ന് മുറിച്ച പോലെ ഉണ്ട്. ഞാനൊന്നും മുറിക്കുന്നതിന് അങ്ങനെ ഇത്ര പെർഫെക്റ്റ് ഒന്നും അങ്ങനെ ആവില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അരിപ്പ പാത്രത്തിലാക്കി വെച്ചേട്ടോ. ഈ അടച്ചെമ്പിൻ്റെ ഈ അരിപ്പുള്ള ഇതില്ലേ, ഹോൾസുള്ള പാത്രം, അരിപ്പ പാത്രം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിലേക്കാക്കി വെച്ചിട്ട് നോക്കിയേ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ചിക്കനിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിന്, എന്തിനാ കുറച്ച് ക്രിസ്പിനെസ് വേണ്ടിയിട്ട്. അങ്ങനെ അത് അന്നേരം ഞാൻ ആദ്യം മറന്നുപോയി, അതുകൊണ്ടാണ്. എന്നിട്ട് ഒരു നല്ല അടികട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ടില്ലേ, ഓരോ ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ 2-3 ട്രിപ്പ് പൊരിക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പൊരിച്ചത് വളരെ ഈസിയാണ്. നമ്മൾ വലിയ പൈസയും കൊടുത്ത് കുട്ടികൾക്ക് നമ്മൾ പുറമേ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നതല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. അവരെയും നമ്മളെന്ത് ജോലി ചെയ്യുന്നാലും അവരെയും കൂടി ഉൾപ്പെടുത്തുക ആ ജോലിയിൽ. ഇപ്പോൾ വെക്കേഷൻ ടൈമെല്ലാം തന്നെയാണ് അവരെല്ലാം വെറുതെ ഫ്രീ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ മൊബൈലിൻ്റെ ടാബിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോരോ പണികൾ, വീട്ടിലുള്ള ഓരോരോ പണികളുണ്ടാവില്ല, പഠിച്ചു വരിക. അതുപോലെ ചെറിയ അവരവരെ പാത്രങ്ങൾ കഴുകുക, അതിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ ചില കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി അവരോട് തന്നെ പറയും ചെയ്തതിന് ഭയങ്കര എന്താ പറയുക, അവർക്ക് നല്ല ഇത് കൊടുക്കുക, ബിൽഡപ്പ് കൊടുക്കുക. എങ്ങനെ നീ ചെയ്താൽ ഭയങ്കര വൃത്തിയായിരിക്കും, ആ പാത്രം കഴുകുക അങ്ങനെ വൃത്തിയായിരിക്കും. അവർക്ക് തന്നെ നമ്മൾ പറയാണ്ട് തന്നെ അവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം ആദ്യം എൻ്റെ മോള് ഇതിന് മുമ്പേ ഒരു ദിവസം ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ വേണ്ടി മുറിച്ചിരുന്നു. അപ്പോൾ 8 വയസ്സാവുന്നേ ഉള്ളൂ. പക്ഷേ മുറിച്ചേരോ ഞാൻ പറഞ്ഞു ഇത്രയും നല്ലോണം മുറുക്കി, എനിക്കിത് ആ സത്യം പറഞ്ഞാൽ എന്നാൽ ആദ്യമായിട്ട് കത്തി പിടിച്ചത് തന്നെ, നല്ല നീറ്റിൽ മുറിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് നോക്കിയേ, അത് ചിക്കൻ അവിടെ നിന്ന് പൊരിഞ്ഞു വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് മൊസറല്ല ചീസില്ലേ, അതാണ് ഞാൻ ഇടുന്നത്. സ്ലൈസ് എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈമിന് തന്നെ ചിക്കനും ഇവിടുന്ന് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊരിച്ച ആ നെയ്യ് തന്നെയാണ് ചിക്കൻ പൊരിക്കുന്നത്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അപ്പോൾ അതൊക്കെ ആദ്യം ഒരു ലെയറായിട്ടിട്ട് അതിൻ്റെ മേലയിൽ കുറച്ച് ചിക്കൻ പൊരിച്ചതും കൂടി ഇട്ടതിന് ശേഷം ടൊമാറ്റോ സോസ് എൻ്റെ അടുത്ത് ഈ സാമ്പിൾ പാക്കാണ് ഉള്ളത്, അങ്ങനത്തെ ഒരു 3-4 പാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലയിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാനിത് എന്താ വെച്ചാൽ എൻ്റെ കൈമെന്നുള്ള റെസിപ്പി ഒന്നുമില്ല, ഞാനിത് വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ ഇതിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് പറ്റിയത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എന്നിട്ട് സോസ് പിന്നെ ഒരു ചെറിയൊരു നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് വരും. ഇതിപ്പോൾ അതൊന്നും എടുക്കണ്ട, പിന്നെ കഴുകണം, അല്ല കുറച്ച് പണിയല്ലേ. ഞാൻ വിചാരിച്ച് എനിക്കും മക്കൾക്കും അല്ലേ, അപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ആക്കിയിട്ടിടുകയാണ്. എന്നിട്ട് ഒരു ലെയറായിട്ട് നമ്മുടെ ഇതില്ലേ, ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസും കൂടി ഇട്ട് അതിൻ്റെ മേലെ വീണ്ടും ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് ഡയറക്റ്റായിട്ട് തന്നെ പൊരിച്ചത് കുറച്ച് ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നേരം തന്നെ അടിയിലുള്ള ചീസെല്ലാം മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ കുറച്ചെല്ലാം. എന്നിട്ട് മേലെ കുറച്ചും കൂടി മൈനസ് ഒഴിച്ചു. എന്നിട്ട് സോസും കൂടി ആദ്യം 2 പാക്ക് സോസാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മേലയിലേക്ക് വീണ്ടും മൈനസും 2 പാക്ക് സോസും കൂടി, അങ്ങനെ 4 പാക്ക് സോസാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. നോക്കിയേ, എൻ്റെ ഇത് നമ്മുടെ ഇതില്ലേ പുഡിങ്ങിൻ്റെ ട്രേ, അതിലേക്ക് അന്നേ ആക്കിയേ. നോക്കിയേ, ഞാൻ മൈനസ് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ എടുത്തിട്ട് ഉപയോഗിക്കുന്നതല്ലേ, എന്നിട്ട് പിന്നെ ഉപയോഗിക്കുന്നതല്ലേ, നമ്മൾ ഈ മൈനസിലും വെച്ച് ഉപയോഗിക്കുന്നതല്ലേ മോശം. അപ്പോൾ അന്നേരം തന്നെ എടുത്തിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ നോക്കിയേ, അതിൻ്റെ മുകളിൽ ഞാനിതാ 2 പാക്ക് സോസും കൂടി ഒഴിച്ച് മേലെ ചീസും കൂടി ഇട്ട്. അപ്പോൾ ഈ ചീസ് മെൽറ്റ് ആവണ്ടേ, അതാണ് എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ. ഈ ചീസ് മെൽറ്റാകാൻ വേണ്ടി ഞാൻ ഓവനിൽ 10 മിനിറ്റ് വെച്ചിട്ടോ. ഇത് നോക്കിയതാ നല്ലവണ്ണം ചീസെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ മൈനസെല്ലാം വെന്തുപോയി, അതാ പറ്റിയൊരു ജ്യൂസി ഉണ്ടായിപ്പോയി കേട്ടോ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാൻ. അങ്ങനെ അതെല്ലാം കഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ചീസെല്ലാം ഇട്ടിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ മൈനസെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്, അതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഇനി ആക്കുന്നേരം അങ്ങനെ ആക്കാൻ ശ്രമിക്കണം. ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ആക്കാം. പിന്നെ അതെല്ലാം എല്ലാ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോളെ സ്കൂളെ കോട്ട് ഉണ്ടായിരുന്നു അടിക്കാൻ. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് പറ്റാത്തത് കൊണ്ട് എൻ്റെ അനിയത്തിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ പറഞ്ഞാൽ നീ കട്ട് ചെയ്ത് തന്നേക്ക്, ഞാൻ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ആ കോട്ടെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടെടുത്തോളം എന്ന് വെച്ചാൽ ഞാൻ 4 എണ്ണത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം രേഖപ്പെടുത്തിയത് ഷോൾഡറിൻ്റെ അളവ് കുറേ ഇപ്പോൾ 7 ഞാൻ പറഞ്ഞില്ല 8 മാസം തുടങ്ങി 8 മാസത്തോളമായി മിഷനിലൊന്നും ഇരിക്കാത്ത. അപ്പോൾ കുറച്ചൊന്ന് മൈൻഡ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ ഷോൾഡർ അത്ര വേണ്ടിയില്ലല്ലോ, അതെല്ലാം മായച്ചിട്ടൊന്ന് സെറ്റാക്കിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കോട്ടിൻ്റെ ഒരു വീഡിയോ എടുത്ത് ആദ്യം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അല്ലേ ഇടലി,
അപ്പോൾ കോട്ടിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടാമെന്നെല്ലാം വിചാരിച്ചു നിന്നതായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം വീണ്ടും ഞാൻ ഇന്നലെ സ്കാനിങ് ചെയ്തു. അപ്പോൾ ഈ കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ സ്കാനിങ്ങും ഇതെല്ലാം കഴിഞ്ഞാൽ വീണ്ടും എന്നോട് പറഞ്ഞു നല്ല റെസ്റ്റ് തന്നെ വേണോ, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അധികം ഇരുന്നിട്ടുള്ള പണി ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതും കട്ടാക്കിയിട്ട് ഓക്കന്നെ കൊടുക്കലാണ്. ഇപ്പോൾ ഞാൻ നാല് കോട്ടിൻ്റെ തുണി വാങ്ങിയിട്ട് 5 കോട്ടോളം അതിന്. അതുപോലെ ഷർട്ടായാലും കുട്ടികളെ യൂണിഫോമിൻ്റെ ഷർട്ടില്ലേ, അതുമെല്ലാം എനിക്കങ്ങനെ തന്നെയാണ്. ഞാനൊരിപ്പോൾ 4 ഷർട്ടിൻ്റെ തുണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 5-6 ഷർട്ടോളം ഞാൻ അടിക്കലുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം തുണി വേസ്റ്റ് ആക്കാതെ അടിച്ചിട്ടെടുക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഞാൻ എല്ലാ കൊല്ലവും മക്കൾക്ക് എന്തായാലും നമ്മൾ ഡ്രസ്സ് നമ്മൾ കൂടെ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം മുഴുവൻ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഓരോരുത്തരും 1 ജോഡി 2 ജോഡെല്ലാം മുറിച്ച് കൊടുക്കുക. അപ്പോൾ അതന്നെ കുട്ടികൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ മഴക്കാലവും എല്ലാ നേരവും ഉണങ്ങിക്കിട്ടില്ല. അപ്പോൾ അതിന് ഇസ്തിരിയിട്ട് ഉണക്കണം. അതിനാல ഞാൻ എന്താക്കും, എല്ലാ കൊല്ലവും 5 ജോഡെങ്കിലും കുട്ടികൾക്ക് വേണം. ചിലപ്പോൾ പഴയതിപ്പോൾ 2 ജോഡി ഉണ്ടെങ്കിൽ 3 ജോഡി പുതിയത് എടുത്തു കൊടുക്കുക കേട്ടോ. എടുത്തു കൊടുക്കലല്ല, എനിക്കിപ്പോൾ തയ്യൽ കൂലി എനിക്ക് ആവശ്യമില്ല, സ്വയം അടിക്കുന്നത് കൊണ്ട്. അപ്പോൾ തുണിൻ്റെ പൈസ മാത്രം പോരെ. അപ്പോൾ തയ്യൽ കൂലിൻ്റെയും തുണിൻ്റെ പൈസയും കൂടി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അത്രയും വേണമെങ്കിൽ ആകും കേട്ടോ. അങ്ങനെ ഞാൻ 5 ജോഡെങ്കിലും ആക്കലുണ്ട് കേട്ടോ ഡ്രസ്സെല്ലാം. അങ്ങനെ ഡ്രസ്സെല്ലാം കട്ടാക്കിയിട്ട് എടുക്കലാണ്. അപ്പം കഴിയുന്നത് എനിക്കിപ്പോൾ റെസ്റ്റ് പറഞ്ഞാലും ഞാൻ റെസ്റ്റ് കുറേ പ്രാവശ്യം പറയുന്നത് ബോറടിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ കേട്ടോ. അപ്പോൾ റെസ്റ്റ് പറഞ്ഞാലും ഞാൻ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ നിൽക്കലില്ല. അപ്പോൾ അഭിമാനം പോലെ പറയുകയല്ല, അതിൻ്റേതായ വിഷമങ്ങളും ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കുന്നേരം എന്തായാലും റെസ്റ്റ് എടുക്കാനാവില്ല. വീട്ടിൽ എത്ര ജോലിയില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ചെറിയപ്പോൾ ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റും. എന്നാലും മറ്റുള്ള അടിച്ചു വാരൽ അത് മക്കൾ ചെയ്താലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വേക്കിൽ മക്കളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കൽ ശരിയില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാനും കൂടി ഒന്ന് കൂടിക്കൊടുക്കലുണ്ട് കേട്ടോ മക്കളുടെ കൂടെ. എന്നാലും മാക്സിമം കഴിയുന്നത്ര റെസ്റ്റ് എടുക്കാൻ നോക്കും. എന്നാലും ജോലിയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിപ്പോൾ ഞാനിതാ ഈ കോട്ടലൊന്ന് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് രാത്രിയത്തെ ഭക്ഷണം ഞാൻ അധികം ചോറാക്കുന്നേരം, ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ചോറാക്കുന്നേരം കുറച്ചധികം ചോറ് ഉച്ചക്ക് കുറച്ചധികം ചോറാക്കിയിട്ട് രാത്രി മക്കൾക്ക് പൊരിച്ച് ഉണ്ടെങ്കിൽ ആ ചോറ് മതി കേട്ടോ. അപ്പോൾ മക്കൾക്ക് ചോറും പൊരിച്ചും കൂടി കൊടുക്കും. പിന്നെ എനിക്ക് 2 ചപ്പാത്തി ആയിട്ടും ചുട്ട് കഴിഞ്ഞാൽ അതല്ലേ പണി ഉണ്ടാവും. അപ്പോൾ അധികവും പണി മാക്സിമം കുറക്കലാണ്. എല്ലാ കാര്യങ്ങളും മാക്സിമം നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടാണ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ ക്രോസ് പീസും കാര്യങ്ങളും എനിക്ക് ഈ ടൈലറിങ്ങിൻ്റെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ മിഷന് തൊടാനേ എനിക്കാവില്ല കേട്ടോ. എന്താ വെച്ചാൽ മിഷനെല്ലാം മേലയിലുള്ള, അപ്പോൾ മേലയിൽ സ്റ്റെയർ തീരെ കയറരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനും ആവില്ല. അപ്പോൾ താഴെ തന്നെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ട് ഒക്കെ കൊടുക്കലാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ മഴയായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റർബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.